തോൽവികളിൽ നിന്ന് തളരാതെ പ്രതിസന്ധികളിൽ വീഴാതെ നെഞ്ചുവിരിച്ച് പോരാടിയ ഒരു സീസണിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പര്യവസാനമായിരിക്കുന്നു. ഒരു കിരീടമില്ലെന്ന പരിഭവം മാറ്റിവെച്ചാൽ റെലഗ്രേഷന്റെ ഭീഷണിയിൽ നിന്നും തല ഉയർത്തി മടങ്ങിയ മഞ്ഞപ്പടയുടെ പോരാട്ട വീര്യം. എല്ലാത്തിനു പിന്നിലും ഒരൊറ്റ പേര്, ഈസ് ആഷ്ലി വെസ്റ്റ്വുഡ്. അയാൾ പടച്ചുവിടുന്ന പോരാട്ട വീര്യത്തിനു മുമ്പിൽ FC ഗോവയും മുട്ടുമടക്കി. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ തുടർച്ചയായ 4ാമത്തെ വിജയമാണ്. 13 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 6 തോൽവികളും 2 സമനിലയും അടക്കം ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണ്. മത്സരത്തിന്റെ 3ാം മിനിറ്റിൽ തന്നെ ഹെഡർ വഴി FC ഗോവയുടെ പരീക്ഷണമെത്തി. പിന്നാലെ 24ാം മിനിറ്റിൽ ആരാധകരുടെ സ്വന്തം ഒറ്റക്കൊമ്പൻ കെവിൻ യോക്ക് തന്റെ തനത് ശൈലിയുടെ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ കുതിക്കുകയാണ്. അയാളെ പിടിച്ചുകെട്ടാനാവും വിധം ഗോവയുടെ പ്രതിരോധം ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ലായിരുന്നു. 29ാം മിനിറ്റിൽ ഗോവക്ക് നല്ലൊരു അവസരം വീണ് കിട്ടിയെങ്കിലും മുതലെടുക്കാൻ സാധിച്ചില്ല. കളി നീളുകയാണ്. ഗോവ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലായിരുന്നു. ആദ്യ പകുതിയുടെ അവസാന നിമിഷം ഗോവക്ക് ലഭിച്ച കോർണർ കിക്ക് അർഷിന്റെ കരങ്ങളിലേക്ക് ചുരുങ്ങിയതോടെ ഫസ്റ്റ് ഹാഫിൽ തുലാതുലനം പാലിച്ച് ഇരു കൂട്ടർക്കും മടങ്ങേണ്ടി വന്നു. ആദ്യ പകുതിക്ക് വിസിൽ മുടങ്ങി സെക്കൻഡുകൾ മാത്രം പിന്നിട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും ഫ്രഞ്ചുവിന്റെ കർവിംഗ് ഷോട്ട് ഗോവയുടെ മുഖങ്ങളിൽ ഭീതി പടർത്തിയെന്ന് ഉറപ്പ് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യമെന്നോണം തൊട്ടുരുമ്പി വെളിയിലേക്ക് പോകുകയായിരുന്നു. ക്ലോക്കിൽ 47 മിനിറ്റ് തികയുകയാണ്. സീസണിന്റെ തുടക്കം മുതൽ ഓരോ മത്സരത്തിലും ആരാധകർ അത്രമേൽ ആഗ്രഹിച്ച ആ നിമിഷം വന്നെത്തുകയാണ്. അതെ, ആരാധകരുടെ ഒറ്റക്കൊമ്പൻ വലകുലുക്കുന്നു. ഗോവയുടെ പ്രതിരോധ താരത്തെ കബളിപ്പിച്ച് മുന്നിൽ നിന്ന ഡിഫൻസീവ് ലൈനിനെ കാഴ്ചക്കാരാക്കി ആ മനോഹരമായ ഗോൾ പിറക്കുന്നു. ആരാധകർ സർവവും തികഞ്ഞ ആവേശത്താൽ ആർത്തിരമ്പുകയാണ്. 61 മിനിറ്റ് വരെയായിരുന്നു കെവിൻ യോക്ക് സമ്മാനിച്ച ആ ലീഡിന്റെ ആയുസ്. നെബിലിന്റെ ഗോളിലൂടെ FC ഗോവ മത്സരത്തിലേക്ക് തിരിച്ചുവരവ് അറിയിക്കുന്നുണ്ട്. വിജയം മോഹിച്ചിട്ട് ആരാധകർക്ക് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന ചാണക്യത്തിലും അയാൾ പടച്ചോടുന്ന തന്ത്രങ്ങളിലും അത്രമേൽ വിശ്വാസമുണ്ടായിരുന്നു. ആരാധകർ തങ്ങളുടെ ടീമിനായി ആരവങ്ങൾ മുഴക്കി. 64ാം മിനിറ്റിൽ കെവിൻ യോക്ക് നേരത്തെ ഉന്നം പിടിച്ച് നെറ്റ് ചലിപ്പിച്ച അതേ ശൈലിയിൽ വീണ്ടും ഒരു ട്രൈ നടത്തിയെങ്കിലും ഇത്തവണ പന്ത് വെളിയിലോട്ട് പോയി. മത്സരം 80ാം മിനിറ്റിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കോർണർ കിക്കെടുക്കാൻ ഫ്രഞ്ചു സജ്ജമാകുമ്പോൾ സീസണിലെ അവസാന മത്സരത്തിൽ വിജയം പ്രതീക്ഷിച്ചെത്തിയ ആരാധകരെ ഉന്മാദരാക്കാൻ ഗോവയുടെ ഗോൾമുഖത്ത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ തക്കം പാർത്തിരിക്കുകയാണ്. എല്ലാം ഗണിച്ച് ഫ്രഞ്ചു കോർണർ കിക്കെടുക്കുന്നു. പന്ത് ഫോളോ എൻഡിയിലേക്ക്. അയാൾ അനായാസം പന്തിനെ വലയിലേക്ക് എത്തിച്ചു. ചാണക്യൻ ആഷ്ലി വെസ്റ്റ്വുഡ് കൈകൾ രണ്ടും മുകളിലോട്ടുയർത്തി ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. നായകന്റെ വീര്യത്തോടെ പൗളു എൻഡിയ നിൽക്കുകയാണ്. പിന്നെയും കടന്നുപോയ നിമിഷങ്ങളൊന്നും ഗോളിലേക്ക് എത്തിയില്ലായിരുന്നു. ഒടുക്കം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാന മത്സരത്തിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവസാന വിസിൽ ഉയരുകയാണ്. കപ്പില്ലാത്ത 12ാം സീസണും ആരാധകർ ദർശിക്കുകയാണ്. എന്നാൽ ഇത്തവണ അത്ര പരിഭവങ്ങൾ ഒന്നുമില്ല. ഡേവിഡ് കാറ്റാലയ്ക്ക് കീഴിൽ പതറിയവർ ആഷ്ലിയുടെ തന്ത്രത്തിൽ ഉയർത്തയിൽ നിൽക്കുന്നു. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് തല ഉയർത്തി തന്നെ മടങ്ങാം. റെലഗ്രേഷന്റെ ഭീഷണിയെ കാറ്റിൽ പറത്തിയാണ് ഈ സീസണിന് സമാപീകരണം കുറിക്കുന്നത്. അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനിയും അങ്കത്തൊട്ടൊരുക്കാൻ ISL തയ്യാറാണെങ്കിൽ കളം നിറയാനും ആരാധക പ്രേമികളെ ആവേശത്തിലാഴ്ത്താനും ഞങ്ങൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം. കിരീടത്തിന് കാത്തിരിപ്പ് നീളുകയാണെന്നറിയാം. ആ സ്വപ്നനാളിനെ കാലം എത്ര വിദൂരത്തേക്ക് നീക്കിവെച്ചാലും അത്രയും നാൾ വരെ ടീമിനായി സർവം നൽകി ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും.